രാസലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗോപികമാർ ഭഗവാന്റെ ഭക്തരാണ്. അവർക്ക് ഭഗവാനുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഭഗവാന്റെ കീർത്തനങ്ങൾ ഭഗവാന്റെ മുമ്പിൽ പാടാൻ ആഗ്രഹമുണ്ട്, ഭഗവാന് പൂമാല അണിയാൻ ആഗ്രഹമുണ്ട്, ഭഗവാന് ഭക്ഷണം കൊടുക്കാനും അങ്ങനെയുള്ള ആഗ്രഹം. അന്നേരം അവർ രാത്രിയിൽ ഒത്തുകൂടുന്നത് അതിനു വേണ്ടിയാണ്. അവർ ഭഗവാനെ സ്വന്തം ഭർത്താവിനെ പോലെ സ്നേഹിക്കുന്നു. അന്നേരം അവരുടെ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ അതേപോലെ അനുഗ്രഹിക്കുന്നത്. അല്ലാതെ ഭഗവാന് കാമമില്ല. ഭഗവാന്റെ നാമം ജപിക്കുന്നവർക്ക് പോലും കാമത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയും. അങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് കാമം വരുന്നത്? ഭഗവാൻ ആത്മാരാമനാണ്. ഭഗവാൻ മറ്റൊരു വ്യക്തിയുടെ ആവശ്യമില്ല. പക്ഷേ അവിടെ ലീലയുടെ ഭാഗമായിട്ട് ഗോപികമാര് കൃഷ്ണനെ അങ്ങനെ സ്നേഹിക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനെ ഇത് വരികയാണ്. പൊതുവെ രാസലീലയെ കുറിച്ച് പല പല തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിൽ വരും. പക്ഷേ യഥാർത്ഥത്തിൽ ആ രാസലീല എന്താണെന്ന് നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ മനസ്സിലാവും. ശുകദേവ് ഗോസ്വാമി പറയുന്നു. കാരണം പരീക്ഷിത് മഹാരാജ് ഒരു ചോദ്യം ചോദിക്കുന്നു ശുകദേവ് ഗോസ്വാമിയോട്. ഭഗവാൻ ഗോപികമാരുമായിട്ട് രസിച്ച് കളിക്കുന്നു, ഒരു കൊമ്പനാന പിടിയാനകളുമായിട്ട് കളിക്കുന്ന പോലെ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് പരീക്ഷിത് മഹാരാജ് വളരെ സന്തോഷിച്ചിരിക്കുകയാണ്. അന്നേരം കാമത്താലുള്ള ചർച്ചയല്ല എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാനാണ് ഗോപികമാരെന്ന് പറയുന്നത്, ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തരാണ്. അന്നേരം ഭഗവാൻ ശുകദേവ് ഗോസ്വാമിയും പരീക്ഷിതമാരും വളരെ സന്തോഷിച്ചു. ചില ഋഷിമാരുടെ മുഖം ചുളുങ്ങി. അന്നേരം പരീക്ഷിത് മഹാരാജ് അവർക്ക് വേണ്ടി ചോദിക്കുകയാണ്, അഖില കൂടി ബ്രഹ്മാണ്ഡനായകനായിട്ടുള്ള ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ധർമ്മത്തെ സ്ഥാപിക്കാൻ വരുന്ന ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അധർമ്മ പ്രവൃത്തി ചെയ്യുന്നതെന്ന് വെച്ചു. അപ്പോൾ ശുകദേവ് ഗോസ്വാമിയുടെ ഉത്തരം പറഞ്ഞെന്താണെന്നറിയില്ല. അഗ്നിയിൽ വരുന്ന എല്ലാത്തിനെയും പരിശുദ്ധമാണ്. അന്നേരം പരീക്ഷിത് മഹാരാജിന്റെ ചോദ്യം, ഭഗവാൻ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നത്? അന്നേരം ശുകദേവ് ഗോസ്വാമി തിരിച്ചെന്താ പറഞ്ഞ, ഭഗവാനാണത്, സാധാരണ വ്യക്തിയല്ല, ഭഗവാനാണ്. ഭഗവാൻ ഇത് ചെയ്യുന്നു എന്ന് തോന്നുമ്പോഴും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭഗവാന്റെ അധപ്പതനം സംഭവിക്കുന്നില്ല, ബോധം അധപ്പതിക്കുന്നില്ല. ബോധത്തിന്റെ അധപ്പതനം എന്ന് പറഞ്ഞാൽ ഭൗതിക ആസ്വാദനം, അതല്ല ഭഗവാന്റെ ബോധം. ഭഗവാൻ എന്നും ഭഗവാന്റെ ആ ബോധത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നുമ്പോഴും ഭഗവാൻ ആ ലെവലിൽ തന്നെയാണ്. അതായത് ഉദാഹരണം നൽകുന്ന അഗ്നി എന്നും പരിശുദ്ധമാണ്. അഗ്നിയിൽ വരുന്ന എല്ലാത്തിനെയും അഗ്നി ശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുന്നു. അതേപോലെ ഭഗവാന്റെ അടുത്ത് വരുന്ന എല്ലാത്തിനെയും ഭഗവാൻ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ശുകദേവ് ഗോസ്വാമി പറയുന്നു, ഭഗവാന്റെ നാമം ജപിക്കുന്നവർ പോലും കാമക്രോധ മോഹലോഭ മത മത്സരാദികളിൽ നിന്ന് മുക്തരാകുന്നു. അപ്പോൾ ആ നാമത്തിന്റെ ഉടയോൻ, ആരുടെ നാമമാണ് നമ്മൾ ജപിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഭൗതികതയിൽ മുങ്ങിപ്പോകാൻ പറ്റുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അദ്ദേഹത്തിന്റെ നാമം ജപിക്കുമ്പോഴേ നമ്മൾ മുക്തരാവുമെങ്കിൽ പിന്നെ ആ നാമത്തിന്റെ ഉടയവനായ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് ഭൗതികതയിൽ മുങ്ങി പോകുന്നത്? ഹരേ കൃഷ്ണ. ഇനി ഇതിന്റെ പേരിൽ പല ആൾക്കാരും ഇതിനെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, രാസലീലയെ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിന് വേറൊരു ഉദാഹരണം കൂടെ ശുകദേവ് ഗോസ്വാമി പറയുന്നു. മഹാദേവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി വിഷം കുടിച്ചു, കാളക്കൂടെ വിഷം കുടിച്ചു. ആ വിഷം കുടിച്ചു എന്നതിന്റെ പേരിൽ നമ്മളും അത് അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താവും? ഒരിക്കലും നമുക്ക് ചെയ്യാൻ കഴിയില്ല.